ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്ന് രണ്ടാളും കുറച്ച് ഹാപ്പിയിലാണ്. കുറച്ച് എന്ന് പറഞ്ഞാൽ പറ്റൂല, കുറച്ചധികം ഹാപ്പിയിലാണ് ഗൈസ്. അതായത് ഇന്ന് നമ്മളൊരു പുതിയ വിശേഷം ഔട്ട് ചെയ്യാൻ പോവാണ്. ഒഫീഷ്യലി നമ്മൾ പുതിയൊരു വിശേഷം നമ്മൾ നിങ്ങളിലേക്ക്, നമ്മുടെ സബ്സ്ക്രൈബറിലേക്ക് തുറന്ന് പറയാൻ പോവാണ്. അപ്പോൾ വേറെ ഒന്നുമില്ല, നിങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി നമ്മുടെ തമ്മിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് കാര്യം എന്ന്. അപ്പോൾ വല്ലാതെ വെച്ച് നീട്ടുന്നില്ല. അപ്പോൾ ആദ്യം തന്നെ അതിലേക്ക് നമുക്ക് ആ ഒരു വിശേഷം എന്താണെന്ന് നമുക്ക് പൊട്ടിക്കാം. അപ്പോൾ മെയിനായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അൽഹംദുലില്ലാഹ് ഞാനും ചക്കരയും നമ്മൾ രണ്ടാളും ഒരു ഉമ്മയും ഉപ്പയും ആവാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അൽഹംദുലില്ലാഹ് അല്ലേ? അതെ. എന്താണ് അങ്ങനെ പറയുമ്പോ ഒരു ഇതല്ലേ, എന്തോ ഒരു അപ്പൊ മക്കളെ, പറഞ്ഞ പോലെ തന്നെ ചക്കര പ്രഗ്നന്റ് ആണ്. വിശേഷമുണ്ട്. അപ്പോൾ കഴിഞ്ഞ നമ്മുടെ ഒരു 2 ആഴ്ച അല്ലെങ്കിൽ ഒരു 2-3 ആഴ്ച ആ ഒരു ടൈമില്, ആ ഒരു സമയം മുന്നേ തന്നെ ഫുള്ള് നമ്മുടെ വീഡിയോസിൽ ഒരുപാട് ആൾക്കാർ കമന്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കമന്റ് എന്ന് പറയുമ്പോൾ ചക്കര പ്രഗ്നന്റ് ആണോ, വിശേഷം ഉണ്ടോ, അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ എന്താണ് അവർ പറയാത്തത്, നിങ്ങൾക്ക് പറഞ്ഞൂടെ എന്ന് പറഞ്ഞിട്ട് ഒരു വിഭാഗം. മറ്റൊരു വിഭാഗം എന്ന് പറയുമ്പോൾ പിന്നെ എന്താണ് വിശേഷം ഉണ്ടെങ്കിൽ അവർ പറയുമല്ലോ, പിന്നെ നിങ്ങൾ എന്താണ് അവരെങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നതെന്ന് ചോദിച്ചിട്ട് മറ്റൊരു വിഭാഗം. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കമന്റ് നമ്മൾ കാണുന്നുണ്ടാവും. പിന്നെ ഇതിനിടയിൽ കുറച്ച് ആൾക്കാർ പറയുന്നുണ്ട് ചിലപ്പോൾ അവർ കമന്റ് കാണുന്നില്ല, അതുകൊണ്ടാവും. കുറെ ആൾക്കാർ പറയുന്നുണ്ട് അവർ കാണുന്നുണ്ട്, എന്നിട്ട് ചിലപ്പോൾ അവർ റിപ്ലൈ തരാത്താവുന്നൊക്കെ. ഗൈസ്, ഒക്കെ നമ്മൾ കമന്റുകൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതിലിനി നമ്മൾ ഈ ഒരു വീഡിയോ ഇറക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു വീഡിയോ കാണുമ്പോൾ ഇതിൽ വരാൻ പോകുന്ന വേറെ കുറച്ച് കമന്റുകളുണ്ട്. അതായത് ഞാൻ പറഞ്ഞല്ലോ, നമ്മളിപ്പോൾ ഈ ഒരു വിശേഷം, ഈ ഒരു പ്രഗ്നൻസി വിശേഷം നമ്മൾ പറയും മുന്നേ വന്നിരുന്ന കുറച്ച് കമന്റുകൾ എന്ന് പറയുമ്പോൾ, പിന്നെ എന്താണ് വിശേഷം ഉണ്ടെങ്കിൽ അവർക്ക് തുറന്നു പറഞ്ഞുകൊണ്ട് എന്തിനാ ഇവരെങ്ങനെ സബ്സ്ക്രൈബേഴ്സിനെ പൊട്ടന്മാരാക്കുന്നത്, എന്തിനാ പറ്റിക്കുന്നതൊക്കെ. അപ്പോൾ അതിലേക്ക് ഞാൻ വരാം. അപ്പോൾ ഇനിയിപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഈ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞ് വരാൻ പോകുന്ന മറ്റൊരു കമന്റ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് അറിയോ? അതായത് പിന്നെ നിജാസ്, നിന്റെ പെണ്ണ് മാത്രമേ ലോകത്ത് പിന്നെ പ്രഗ്നന്റ് ആയിട്ടുള്ളൂ, അല്ലെങ്കിൽ നിന്റെ പെണ്ണ് മാത്രമേ പ്രസവിക്കുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഇനി പ്രസവം കഴിയും വരെ ഇതിനിപ്പോൾ കൊട്ടിക്കോഷിച്ച് ഒരു വീഡിയോ ആയിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ഇനി കമന്റുകൾ വരും. എനിക്കറിയാം, കാരണം സോഷ്യൽ മീഡിയ ഒക്കെ തന്നെ ഉണ്ടാവും എന്ന് എനിക്കറിയാം. മുന്നേ അതൊക്കെ ഞാൻ മനസ്സിലായിട്ട് അറിഞ്ഞിട്ട് തന്നെയാണ്. അപ്പോൾ ഇത് നമ്മൾ തുറന്ന് പറഞ്ഞില്ലെങ്കിലും നമുക്ക് കുറ്റം പറയാനായിട്ട് കുറച്ച് അടുക്കാനുണ്ടാവും. അപ്പോൾ അതാ രീതിക്ക് തന്നെ അങ്ങനെ മുന്നോട്ട് പോയിക്കോട്ടെ. കാരണം നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളോട് സന്തോഷിച്ചിട്ട് നമ്മളെ വീഡിയോസ് കാണുന്ന, അല്ലെങ്കിൽ അത് കണ്ട് സന്തോഷിക്കുന്ന ഒരുപാട് ആൾക്കാർ ഒരുപാട് പല സ്ഥലത്തായിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സന്തോഷ വാർത്ത ഇപ്പോൾ ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യത്തിലേക്ക് വരാം. അപ്പോൾ ചോദിച്ച കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തിനാ ഇവര് തുറന്നു പറയാതെ വെച്ചിരിക്കുന്നത്, ഇവർക്ക് തുറന്ന് പറഞ്ഞൂടെ എന്ന് വിചാരിച്ചിട്ട്. കേസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ പിന്നെ എന്താണ് നമ്മളെ ഡെയിലി ലൈഫിലെ പോലത്തെ ഒരു കാര്യമല്ല. ഇതിപ്പോ ഒരു കപ്പിൾസിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഒരു ആണിനെ പെണ്ണിനെ സംബന്ധിച്ചിട്ട് അവരെ കല്യാണം കഴിഞ്ഞതിന് ശേഷം, ഒരു ദമ്പതികളായതിനു ശേഷം അവരുടെ ലൈഫിൽ വരുന്ന ഏറ്റവും വലിയൊരു ടേണിംഗ് പോയിന്റ് ആണത്. അതായത് ചിരിക്കുന്നത് വേറൊന്നുമല്ല കേട്ടോ, അത്രയും സന്തോഷത്തിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്, അത്രയും ഹാപ്പിയിലാണ് ചെയ്യുന്നത്. കാരണം ഇപ്പോൾ ഒരു 7 മാസം മുന്നേ വരെ ഞാൻ പിന്നെന്താണ് ബാച്ചിലറായിട്ട് നടന്ന ഒരാളാണ്. അപ്പോൾ ഈ ഒരു 7 മാസത്തിന് മുമ്പേ, അഥവാ ഒരു മെയ് 2-ാം തീയതി എന്നുള്ള ദിവസം വന്നപ്പോൾ, കറക്റ്റ് ഒരു 7 ആയിട്ട് ഒരു 6-7 മാസം മുന്നേ, ആ ഒരു മെയ് 2-ാം തീയതി ദിവസം വന്നപ്പോൾ ഞാൻ എൻ്റെ ആ ഒരു റോള് മാറി. അതായത് ഒരു ബാച്ചിലർ ലൈഫ് എന്നുള്ള, അല്ലെങ്കിൽ ഒരു സിംഗിൾ പ്രസംഗം എന്നുള്ള ഒരു ഇത് മാറിയിട്ട് ഞാൻ ഒരു അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. അതായത് അന്ന് ഒറ്റത്തടിയായിരുന്നല്ലോ ചക്കര ആയിരുന്നു. അപ്പൊ കല്യാണം കഴിയുമ്പോൾ നമുക്ക് ഒന്നും കൂടി ഉത്തരവാദിത്തം കൂടി, ഒരു ഭർത്താവ് എന്നുള്ളൊരു ടൈറ്റിലേക്ക് നമ്മൾ മാറി. അതായത് ഞാൻ മാറിയിട്ടുണ്ടായിരുന്നു. അതേ ഞാൻ തന്നെ കുടുംബനാഥനായി. അപ്പൊ അതേ ഞാൻ തന്നെ ഒരു 8 മാസം അല്ലെങ്കിൽ 7 മാസങ്ങളൊക്കെ ഇപ്പുറം അത് കഴിഞ്ഞപ്പോ ഇനി ആ ഒരു ടൈറ്റിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സന്തോഷമുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നിങ്ങൾ ചോദിക്കും, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഇതിപ്പോൾ എത്ര മാസമായി, അല്ലെങ്കിൽ എന്താണ് ഇപ്പോൾ ഇത് പറഞ്ഞ കാര്യം, അല്ലെങ്കിൽ എന്തുകൊണ്ട് മുന്നേ പറഞ്ഞില്ല എന്നുള്ള കാര്യം ഇപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. ശരിക്കും ഗൈസ്, ഇപ്പോൾ എത്ര മാസമായി എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയായി ശരിക്കും? ഏതാണ്ട് 3 മാസം അടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ കമന്റ് ചെയ്തു. കാരണം കൂടുതലും വീട്ടമ്മമാര്, അതേപോലെ തന്നെ
സ്ത്രീകളൊക്കെ നമ്മുടെ വീഡിയോ വാച്ച് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്കൊക്കെ എന്താണെന്നറിയില്ല, ചിലപ്പോൾ കണ്ടപ്പോൾ തന്നെ നമ്മുടെ ബോഡി ലാംഗ്വേജ് അല്ലെങ്കിൽ ശരീരത്തിലുണ്ടാകുന്ന മാറ്റം, അപ്പോൾ അവരൊക്കെ ചിലപ്പോൾ ഈ സ്റ്റേജ് കഴിഞ്ഞ ആൾക്കാരാവും. അപ്പോൾ കഴിഞ്ഞു വന്ന ആൾക്കാരെ ഒട്ടുമിക്ക ആൾക്കാരും, പിന്നെ അവരുടെ പെൺമക്കളായിക്കോട്ടെ ഈ സ്റ്റേജ് കടന്നു പോകുന്ന ആൾക്കാരുണ്ടാവും. അതൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാവും. അതടക്കം കേസ് പിന്നെ എന്താണ് പിന്നെ പ്രവചിച്ചു കഴിഞ്ഞിട്ടുണ്ട് ആൾക്കാർ. ഒരുപാട് സന്തോഷം. അല്ല, എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ഗൈസ്. ഇപ്പൊ കഴിഞ്ഞൊരു കുറച്ച് വീഡിയോസിൽ ഞാൻ പറഞ്ഞില്ല കമന്റ് ഇങ്ങനെ വരുന്നുണ്ട്. എനിക്കാണെങ്കിൽ അതിൽ കമന്റ് ബോക്സ് ഓഫ് ആക്കിടാം. അല്ലെങ്കിൽ ചക്കര പ്രഗ്നന്റ് ആണ്, ഇത്ര 3 മാസമായി 4 മാസമായി എന്നൊക്കെ ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ട്. എനിക്കാണെങ്കിൽ ശരിക്കും ഓഫ് ആക്കിടാം. പക്ഷെ ഞാൻ അത് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾ പറയുന്ന കാര്യം പ്രഗ്നന്റ് ആണ് അല്ലെങ്കിൽ ചക്കരയ്ക്ക് വിശേഷം ഉണ്ട് എന്ന് പറയുന്ന കാര്യം ഒരിക്കലും കള്ളമല്ല. അല്ലെങ്കിൽ ഞാൻ അക്സെപ്റ്റ് ചെയ്യാതിരിക്കാൻ എനിക്ക് പറ്റില്ല. കാരണം അത് സത്യം തന്നെയാണ്. പ്രഗ്നന്റ് ആണ്, വിശേഷമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യം ഞാൻ എങ്ങനെ അത് സമ്മതിച്ചതായിരിക്കാൻ പറ്റും? എന്നാലും ഞാൻ നിങ്ങളോട് ഒന്ന് പറയും. അപ്പൊ എന്ത് വിശേഷം ഉണ്ടെങ്കിലും ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്ന ആളാണ്. അപ്പൊ എന്നാലും ഞങ്ങളത് പറയും. പിന്നെ കുറെ ആൾക്കാർ പറയുന്നുണ്ട് അവരെന്നാലും അത് പറയും അറിയിക്കും എന്നൊക്കെ അവർ പറയുന്നുണ്ട്. കുറെ ആൾക്കാർ മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, അതായത് ഇതിനൊക്കെ എത്രയോ മുന്നേ, മാസങ്ങൾക്ക് മുന്നുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു 3 മാസം ആയാലേ ഞാൻ പറയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ചിലര് പറയുന്നുണ്ട് ചക്കര കഴിഞ്ഞ ഏതൊരു വീഡിയോയിൽ പറഞ്ഞപ്പോൾ 3 മാസമായാലേ പറയുള്ളൂ. അങ്ങനെ പക്ഷെ 3 മാസം ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറയുമ്പോൾ നമ്മളെ വീട്ടമ്മമാരെ സ്ത്രീകളൊക്കെ ആവും. അപ്പൊ ഇവർക്ക് ഏതൊരു പെൺകുട്ടീനെയോ അല്ലെങ്കിൽ ഒരു പ്രഗ്നന്റ് ആളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് ഈ ബോഡി ലാംഗ്വേജ് ശരീരത്തിന്റെ പ്രകൃതമൊക്കെ അനുസരിച്ച് അവർക്ക് മനസ്സിലാവും. അങ്ങനെ ആയിരിക്കാം നമ്മളെ വീഡിയോസ് കാണുന്ന ആൾക്കാര്, നമ്മുടെ വ്യൂവേഴ്സ് ഓരോ കാര്യങ്ങളും ഒബ്സർവ് ചെയ്യുന്നു. ഇപ്പൊ ചക്കര ആ സ്റ്റെപ്പ് കയറിയില്ല, അല്ലെങ്കിൽ പിന്നെ ചക്കരനെ എങ്ങോട്ടും കൊണ്ടുപോകുന്നില്ല, ചിലപ്പോ കുലുങ്ങും അല്ലെങ്കിൽ എന്താണ് ഇളകും എന്ന് വിചാരിച്ച് കൊണ്ടുപോകാതിരിക്കുക എന്നൊക്കെ പല രീതിയിൽ പല കാര്യങ്ങളിലായിട്ട് വ്യാഖ്യാനിച്ചിട്ട് അതിലൊരു നിഗമനത്തിലെത്തിയിട്ടൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട് മക്കളെ. അപ്പോ എന്തായാലും നിങ്ങൾ പറയുന്നത് സത്യമായിരുന്നു. അപ്പോ അതുകൊണ്ട് നമ്മള് ആർക്കും അതിന് ജസ്റ്റ് ഒരു മറുപടി ആയിട്ട് അങ്ങനെ തരാനൊന്നുമില്ല. അപ്പൊ ഇത് ഒന്നാമത്തെ കാര്യം. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ ശരിക്കും എത്ര ആയി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞില്ല 3 മാസമായി. എന്തുകൊണ്ട് ഇതിന് മുന്നേ നമ്മൾ പറഞ്ഞില്ല എന്ന് വെച്ച് കഴിഞ്ഞാല് ശരിക്കും ഒരു പ്രഗ്നൻസി ലെവലിൽ എത്തിക്കഴിഞ്ഞാല് നമ്മളിപ്പോ എന്താണ് ഫസ്റ്റ് തന്നെ നമ്മൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് പ്രഗ്നൻസി കാർഡിൽ പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ ഉടനെ നമുക്കത് പറയാൻ പറ്റത്തില്ല. കാരണം അത് ശരിക്കും അറിയാലോ അത് എങ്ങനെയാണ് അതിന്റെ പ്രോസസ്സിംഗ് എന്ന്. അത് തട്ടിമാറി പോകാനൊക്കെ വളരെ ചുരുക്കം സമയം മതി. അപ്പൊ നമ്മൾ തുടക്കം തന്നെ വന്ന് നിങ്ങളോടത് പറഞ്ഞിട്ട് പിന്നെ നാളെ സമയം എന്തെങ്കിലും ആവണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ അങ്ങനെ ആവാതിരിക്കട്ടെ. ഇപ്പൊ നമ്മളതായാലും അതേപോലെ തന്നെ ആർക്കെങ്കിലും ഉണ്ടെങ്കിലും നമ്മളെ കാണുന്നതിൽ ആരെങ്കിലും ഒക്കെ പ്രഗ്നൻസിക്ക് ഉള്ള ആൾക്കാരാണെങ്കിൽ അതിന് താല്പര്യപ്പെടുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിലും അങ്ങനെയൊന്നും വരാതിരിക്കട്ടെ. പക്ഷെ ഒക്കെ അള്ളാഹിന്റെ കലാവുകൾ നടക്കുന്ന കാര്യങ്ങളാണ്. അള്ളാഹു തരുന്നത് നമ്മൾ ഇരു കഴിഞ്ഞിട്ട് സ്വീകരിക്കുന്ന അത്രേ ഉള്ളൂ. ഇപ്പം ഞാനത് അങ്ങനെ ചെയ്യാത്ത ഒന്നാമത്തെ മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നമ്മളെ കുടുംബത്തിൽ തന്നെ ഉണ്ടായൊരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് അളിയൻ്റെത് വെച്ചാൽ നൗഫലിൻ്റെത്. അവർക്ക് ആദ്യം ഇതേപോലെ തന്നെ അളിയനും സിനുവിനും പാടുള്ളവർ ആദ്യം ഒരു പ്രഗ്നൻസി അവർക്കൊരു ടൈം ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു പ്രഗ്നൻസിയിൽ അവർക്ക് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാല് ചുരുങ്ങിയൊരു സമയമായപ്പോ എത്ര ഉണ്ടാവും? 1 മാസം ഉണ്ടാവും. എനിക്ക് തോന്നുന്നു 1 മാസമോ അങ്ങനെ 1.5 മാസം അങ്ങനെ എന്തോ ഒരു ടൈം പീരീഡ് ആണ് ഗൈസ്. അപ്പൊ ഈ ഒരു ടൈമിൽ തന്നെ പ്രഗ്നൻസി ആയി ഗർഭം ധരിച്ച് ഈ 1 മാസത്തിനുള്ളിൽ അത് അബോർഷൻ ആവുകയാണ് ചെയ്തത്, അത് അലസിപ്പോവാണ് ചെയ്തത്. അപ്പൊ എന്റെ മനസ്സിലതുണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ അളിയനോട് ഇങ്ങനെ ഇപ്പൊ ഇത് സംഭവം പോസിറ്റീവ് ആണെന്ന് അറിഞ്ഞാൽ നമ്മള് പിന്നെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് പോസിറ്റീവ് ആണെന്ന് നമ്മൾ ഉറപ്പിച്ചതിന് ശേഷം നമ്മൾ അളിയനോട് എല്ലാവരോടും പറഞ്ഞു. അളിയനും പറഞ്ഞ അങ്ങനെ തന്നെയാണ്. ഏതായാലും ഇപ്പോ അങ്ങനെ തന്നെ ഇരിക്കട്ടെ, മുന്നോട്ട് അങ്ങനെ തന്നെയാണ്. അപ്പൊ അതിലേക്ക് ഞാൻ വരാം. അപ്പോൾ അളിയനും പറഞ്ഞു ഇങ്ങനെ തന്നെയാണ്, എന്ത് ഇപ്പോഴേ നമ്മള് ജസ്റ്റ് അങ്ങനെ തന്നെ വെച്ചോ, കാരണം ഒന്നും ആവാതിരിക്കട്ടെ, പിന്നെ ആയാലും അത് വേറൊരു ലെവലിലേക്ക് പോകും. അപ്പൊ അതുകൊണ്ട് തൽക്കാലം ഇതിങ്ങനെ തന്നെ ഇരുന്നോട്ടെ, ഒന്നും കൂടിയൊക്കെ ആയി ഡോക്ടറെ കണ്ട് നമുക്ക് സ്കാനിങ് ഒക്കെ ചെയ്തതിന് ശേഷം പറയാമെന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു 3 മാസം ടൈമായിട്ട് പറയാമെന്ന് വിചാരിച്ചല്ല. അതപ്പോൾ നിങ്ങളോട് പറയുന്നില്ല ഒന്നും യാതൊരു ബുദ്ധിമുട്ടില്ല. നമ്മൾ എന്നായാലും പറയേണ്ടുള്ള കാര്യമാണ്. ചിലവർ പറയേണ്ട 6 മാസം കഴിഞ്ഞിട്ടൊക്കെ പറയേണ്ടത് ഒരിക്കലല്ല നമ്മളെ ഒരു 3 മാസം ടൈമില് ഈ ഒരു സ്കാനിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് പറയാമെന്ന് വിചാരിച്ചു. അതാണ് മാഷാഅല്ലാഹ് സന്തോഷമാണ്. അപ്പൊ എന്നിട്ട് നിങ്ങൾക്ക് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അങ്ങനെ ഇരുന്നത്. അപ്പോൾ ഇതിനിടയിൽ ആദ്യത്തെ 2 സ്കാനിങ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അത് 2 പ്രാവശ്യം സ്കാനിങ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് പ്രഗ്നൻസി ആയിട്ട് ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ടുള്ള ഒരു സ്കാനിങ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും ഒരു 3-4 ആഴ്ച കഴിഞ്ഞിട്ടുള്ള സ്കാനിങ് ഉണ്ടായിരുന്നു. അപ്പൊ ഈ 2 സ്കാനിങ്ങിലും കുഴപ്പമൊന്നുമില്ല, ഓക്കെ ആണ്, സുഖമാണ്. 2 സ്കാനിങ് ഇല്ല, കഴിഞ്ഞ ഒരു 1.5 ആഴ്ച മുന്നേ ഒരാഴ്ച മുന്നേ ആയിട്ട് വേറൊരു സ്കാനിങ് ഉണ്ടായിരുന്നു. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇനി
അടുത്തൊരു സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിന് ഇനിയിപ്പോൾ ഡോക്ടർ പറഞ്ഞത് പിന്നെ ലാബിൽ പോയി തൈറോയ്ഡ് ഷുഗറൊക്കെ ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഡോക്ടർ പറയും സ്കാനിങ്ങിന്റെ കാര്യങ്ങളൊക്കെ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളെ അടുത്ത് കഴിഞ്ഞ് ഈ 2-3 സ്കാനിങ്ങിലായിട്ടും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ലാസ്റ്റ് എടുത്ത സ്കാനിങ്ങിൽ പിന്നെ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർട്ട് ബീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്, കുട്ടിക്ക് വളർച്ച കാര്യങ്ങളൊക്കെ ഉണ്ട്. അൽഹംദുലില്ലാ. അതാ കേട്ടപ്പോൾ ഉണ്ടല്ലോ എന്താണെന്നറിയില്ല, സന്തോഷം. അപ്പോൾ ഹാർട്ട് ബീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല, ഓക്കെ ആയിട്ടാണ് മുന്നോട്ട് പോകുന്നതെന്ന് പറഞ്ഞാലാണ് നമ്മൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. പിന്നെ ഇപ്പോൾ നമുക്കിപ്പോൾ അറിയാം ഏത് ഇപ്പോൾ ആരെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ ചക്കരയുടെ വീട്ടിലെ സംബന്ധിച്ചിട്ടാണെങ്കിൽ അളിയനെ സംബന്ധിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഒരു മാമനായിട്ടുണ്ട്. കാരണം സൗഫിദാന്റെ കുട്ടികൾക്ക് മാമനാണല്ലോ. ഉമ്മാനെ സംബന്ധിച്ചിട്ടാണെങ്കിൽ പിന്നെ ഒരു ഇമ്മമ്മയെന്നല്ലേ വിളിക്കേ, ഇമ്മമ്മയെന്നുള്ളൊരു ഇതും ഉമ്മ ആ ഒരു ലെവലിൽ 2 കുട്ടികളുടെ ഇമ്മമ്മയായിട്ടുണ്ട്. പിന്നെ അതെ സോറി കേട്ടോ, അലമോളതും ഉണ്ട് കേട്ടോ, അലമോളും ഉണ്ട്. 3 കുട്ടികളുടെ ഇമ്മമ്മയായിട്ടുണ്ട്. ശരിയാണ്, വല്യമ്മ. അപ്പോ അളിയനെ സംബന്ധിച്ച് 2 കുട്ടികളുടെ മാമനാണ്. അപ്പൊ ഇനി വരാൻ പോണത് അളിയൻ 3 കുട്ടികളുടെ അല്ലെ 3 കുട്ടികളുടെ മാമമാണ്, ഉമ്മ 3 കുട്ടികളുടെ മാമമാണ്, നമ്മളൊരു ഉപ്പയമ്മയാണ്. പിന്നെ ഇതിനകത്ത് വേറൊരു സങ്കടം എന്ന് പറയുന്ന കാര്യം ഇതൊന്നും കാണാനൊന്നും ഇപ്പൊ ഇല്ല എന്നുള്ളതാണ് എന്റെ ചക്കരയുടെ. അപ്പൊ ഈ ഒരു ചെറുത് നമ്മളുടെ ഡെയിലി അതിന്റെ എല്ലാ എന്താ പറയാ സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പിന്നെ അങ്ങനെ ഒരു ഉമ്മയായിട്ട് കാണാനൊക്കെ പറയുന്നത് ഒന്നാമത്തെ കാര്യം കാക്കുമായിട്ട് കല്യാണം ആലോചിക്കുന്ന സമയത്ത് എന്താ പറഞ്ഞാ കല്യാണ പ്രായമായോ, കാരണം എന്താ വെച്ചാൽ അപ്പോഴും ഞാൻ ആ ചെറിയ കുട്ടി തന്നെയായിരുന്നു. അപ്പോ ഒന്നും കാണാനൊന്നും ഉപ്പയില്ല. അപ്പോ നമ്മൾ ഈ ഓരോ നിമിഷങ്ങളും കാര്യങ്ങളും കബറിൽ വെച്ചിട്ടാലും ഉപ്പാക്ക് സന്തോഷം ഉണ്ടാക്കുന്നതായിരിക്കും. അപ്പോ ഇതാണ് ചക്കരയുടെ വീട്ടിലെ കാര്യം കേട്ടോ. ഇനി ഇതിനിടയ്ക്ക് നമ്മുടെ പ്രഗ്നൻസി കാർഡ് കൂടി ഉണ്ട്. നമ്മളെ ഫസ്റ്റ് ടൈം നമ്മൾ ചെക്ക് ചെയ്തത് പ്രഗ്നൻസി കാർഡ്. അത് ഞാൻ വീഡിയോയുടെ വഴിയിൽ ഞാൻ കാണിച്ചു തരാം. അത് ഭയങ്കര രസമാണ് കേസാണ്. ഞാൻ വഴിയെ കാണിച്ചു തരാം. ഇതൊന്ന് പറഞ്ഞാണെന്ന് ലെവലായിക്കോട്ടെ. ഇതിനെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട്. അപ്പോൾ ചക്കരയുടെ വീട്ടിലെ കാര്യമാണ് നമ്മളിപ്പോൾ കേട്ടത്. ഇനി നേരെ എൻ്റെ വീട്ടിൽ നമ്മുടെ കൊല്ലത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉമ്മാനെപ്പാനെ അപേക്ഷിച്ചിട്ട് അവർക്ക് 2 ഉമ്മ ഉപ്പ എന്നുള്ള റോള് മാത്രമേ ഇതുവരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി ഒരു 7 മാസത്തിന് അല്ലെങ്കിൽ 6-7 മാസത്തിനുള്ളിൽ ഇപ്പം ഉമ്മ എന്നുള്ളൊരു പദവി, ഒരു ടൈറ്റിൽ കൂടി നമ്മൾ അവർക്ക് കൊടുക്കാൻ പോവാണ്. അതുപോലെ തന്നെ റമീസിന് ഒരു എളാപ്പ അല്ലെങ്കിൽ അല്ലേ എളാപ്പ മാമനല്ല വരിക, കാരണം ഞാൻ അവന്റെ പെങ്ങളാ, ഞാൻ അവന്റെ ഏട്ടനല്ലേ. ഒന്നുകിൽ എളാപ്പ അല്ലെങ്കിൽ നമ്മളെ കൊച്ചാപ്പാന്നൊക്കെ കൊടുക്കുക. ആ ഒരു റോള് കൂടി നമ്മൾ കൊടുക്കാൻ പോവാണ്. ഓക്കെ, അപ്പൊ അതാണ് നമ്മളെ 2 വീട്ടില് എല്ലാം ഉണ്ടാവുന്ന ഒരു വലിയ എന്ന് പറഞ്ഞാൽ. പിന്നെ എന്റെ വീട്ടുകാരെ സംബന്ധിച്ചിട്ടാണെങ്കിൽ ഫസ്റ്റ് ടൈം ഫസ്റ്റത്തെ ഒരു പേരക്കുട്ടിയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു പ്രഗ്നൻസി നമ്മൾ ചെക്ക് ചെയ്ത സമയത്ത് തന്നെ അത് പോസിറ്റീവ് ആണെന്ന് കണ്ടില് പിന്നെ ഇവിടെയും ഉമ്മാനോടും അളിയനോടും എല്ലാവരോടും പറഞ്ഞു, ഇവിടുത്തെ നമ്മളെ വീട്ടുകാരോട് എല്ലാവരോടും പറഞ്ഞു. അതിൽ ഉമ്മാനോടും ഉപ്പാനോടും പറഞ്ഞു. അവർക്കൊക്കെ ഭയങ്കര പൊലിവായിരുന്നു കേസ്. കാരണം നിങ്ങൾക്ക് അറിയാം എന്താണെന്ന്. ആദ്യം ഒരു വീട്ടില് സ്വാഭാവികമായിട്ടും ആ വീട്ടിലെ ആദ്യത്തെ ഒരു പേരക്കുട്ടി എന്ന് പറയുമ്പോ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അത് ഇവിടെ നല്ല അത് അനുഭവിച്ചവർക്കത് മനസ്സിലാവും. ഇതേപോലെ സനാന്റെ ഇതിന് ഭയങ്കര സന്തോഷമായിരുന്നു. അതുകൊണ്ട് ആ ഒരു ഇത് എപ്പോഴും ഉണ്ടാവും. ആ ഒരു ഇത് നമുക്ക് എപ്പോഴും ഉണ്ടാവും. ഏറ്റവും ചെറുത് എന്നുള്ളതിനൊരു ഇംപ്രഷൻ എന്താണ് ചെറിയ കുട്ടി ആ ഒരു ഉണ്ടാവും. ഒരു പ്രത്യേക ഒരു പരിഗണന ഉണ്ടാവും. എന്നാലും മറ്റുള്ളത് പരിഗണന ഇല്ല നല്ല കേട്ടോ, അങ്ങനെയല്ല പറഞ്ഞത്. അപ്പൊ ആയത്തുള്ളതിനും ഏറ്റവും ചെറിയ കുട്ടിക്കും പ്രത്യേക ഒരു കൊഞ്ചലും മത്സരവും ഒരു ലാളനയൊക്കെ ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. ഇതിന്റെ ഫസ്റ്റത്തെ പേരക്കുട്ടിയാണ്, ഇതിന്റെ സെക്കൻഡ് എന്റെ ഏറ്റവും ലാസ്റ്റത്തെ പേരക്കുട്ടിയാണ്. പ്രത്യേക പരിഗണന കാര്യങ്ങള് ഒക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോ അങ്ങനെയാണ് നിലവിൽ ഇതുവരെയുള്ള നമ്മുടെ കാര്യങ്ങൾ. അപ്പൊ ഏതായാലും ഒന്നുമില്ല. അപ്പൊ ആർക്കും നമ്മളോട് പറ്റി വേറെ ദേഷ്യവും തോന്നരുത്. നമ്മള് അത് പറയുന്നതിനൊക്കത്തിനൊരു സമയം, എല്ലാത്തിനും മറ്റേ നാടോടിക്കാട്ടില് ശ്രീനിവാസം പറഞ്ഞേരി എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട്. ദാസാന്ന് പറഞ്ഞ വരി എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് മക്കളെ. അപ്പോൾ ആ ഒരു ടൈം ആകുമ്പോൾ അറിയിക്കാന്ന് വിചാരിച്ചിട്ടാണ്, അല്ലാതെ ആരെയും വെറുപ്പിക്കാനോ ഒന്നുമില്ല. ഇങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ട് എന്ത് പിന്നെ ഇവർക്ക് പറയാൻ ജാടയായിട്ടാണ്, പറയാൻ മടിയായിട്ടാണ് എന്നൊക്കെ. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ശരിക്കും ഒരു ഉള്ളിലൊരു ഇടങ്ങേറുണ്ട്. കാരണം
സംഭവം നിങ്ങൾ പറഞ്ഞത് ശരി തന്നെയാണേനും എന്നാൽ നമുക്ക് നിങ്ങളോട് പറയാനും പറ്റാത്ത ആ ഒരു ലെവല് വേറൊന്നുമല്ല. നമുക്ക് ഡോക്ടർ നമ്മളോട് പറഞ്ഞു അതിന് കുറച്ചും കൂടി അങ്ങോട്ട് കഴിഞ്ഞിട്ട് ഇപ്പൊ കുടുംബക്കാരോടാണെങ്കിലും മതി പറഞ്ഞു. കാരണം ഈ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് കുറച്ച് കോൺഷ്യസ് ആയിട്ടുള്ള കുറച്ച് സ്റ്റേജാണ്. അപ്പൊ ഈ ഒരു സ്റ്റേജ് ഓവർകം ചെയ്ത് തരണം ചെയ്തിട്ട് മറികടന്നിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ആരോടും പറയാൻ നിൽക്കാത്തത്. കാരണം ഒരു ഡോക്ടറെ സംബന്ധിച്ച് ഒരു പേഷ്യന്റിന് അല്ലെങ്കിൽ ഒരു പ്രഗ്നന്റ് ആയ പേഷ്യന്റിനെ നോക്കുമ്പോൾ അവർക്കറിയാം ഏതൊക്കെ രീതിക്കാണ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ നമ്മുടെ ലാസ്റ്റ് സ്കാനിങ് റിപ്പോർട്ടിൽ ആ ഒരു റിപ്പോർട്ടും ആ ഒരു റേഡിയോഗ്രാം ഒരു ഫോട്ടോ ഉണ്ടല്ലോ, ആ ഒരു സ്കാനിങ്ങിന്റെ ചിത്രം ഉണ്ടല്ലോ, അതൊക്കെ അവർ ചെക്ക് ചെയ്തിട്ടും പറഞ്ഞു കുഴപ്പമൊന്നും ഇല്ലാന്ന്. നമ്മൾ ഇത് അറിഞ്ഞിട്ട് സ്കാനിങ് ചെയ്തതിലായിരുന്നു. അപ്പോഴാണ് ഡോക്ടർ പറഞ്ഞ് ഇപ്പോഴൊന്നും ആരോടും ഇപ്പോഴൊന്നും പറഞ്ഞു. കാരണം അത് കുറച്ച് സീനായിരുന്നു. അപ്പൊ അതിനുശേഷം നമ്മൾ രണ്ടാമത്തെ സ്കാനിങ് എടുത്തപ്പോൾ ഓക്കെയാണ്. പിന്നെ അത് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞ് വീണ്ടും സ്കാനിങ് എടുത്തപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത് കുഴപ്പമൊന്നുമില്ല, ഹാർട്ട് ബീറ്റ് ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിങ്ങനെ റിപ്പീറ്റേഷൻ ചെയ്ത് ഈ ഒരു സ്കാനിങ് ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചെയ്യുന്നത്. അപ്പൊ അവർക്ക് ഇത് പ്രൂവ് ചെയ്യണമല്ലോ. കാരണം ഈ ഒരു കുട്ടി അല്ലെങ്കിൽ വളരുന്ന കുട്ടിക്ക് ഹാർട്ട് ബീറ്റ് കാര്യങ്ങളുണ്ട്, വളർച്ചയുണ്ട്. ഓരോ സ്റ്റേജിൽ അല്ലെങ്കിൽ ഓരോ വീക്ക് മുന്നോട്ട് പോകുമ്പോഴും അതിനുള്ള വളർച്ചയിലൊക്കെ ഒരു പ്രശ്നമില്ലാതെ പോകുന്നുണ്ട് എന്ന് അവർക്ക് മനസ്സിലാക്കണമല്ലോ. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ലാസ്റ്റ് സ്കാനിങ്ങിൽ ചെയ്തപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഒക്കെ ഉള്ളത് എന്നൊക്കെ കാര്യങ്ങളൊക്കെ അറിയിച്ചത് കൊണ്ടാണ് നമ്മൾ എന്തോ ഒരു ഇത് അല്ലേ. എന്താന്ന് പറഞ്ഞാല് പിന്നെ സന്തോഷം അത്ര തന്നെ. നമ്മുടെ ഉള്ളില് നമ്മുടെ ഹാർട്ട് ബീറ്റ് അല്ലാതെ നമ്മുടെ ഉള്ളില് വേറൊരാളുടെ ഹാർട്ട് ബീറ്റ് വെച്ചാല് ഇപ്പൊ എന്താണ് ഇടയ്ക്കൊക്കെ നമ്മള് ഇതേമാതിരി നിങ്ങളെ ചോദിക്കാറുണ്ട് വിശേഷമുണ്ട് മുന്നേ ചോദിക്കാറ്. അപ്പൊ നമ്മൾ അതിൽ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള വെച്ചാൽ നമ്മൾ ഒരിക്കലും ഇപ്പോ അതിന് താല്പര്യപ്പെടുന്നില്ല അല്ലെങ്കിൽ ഇപ്പൊ നമ്മളെ നോക്കുന്നില്ല നമ്മൾ ഒരിക്കലും പറഞ്ഞില്ല. കാരണം ഞാൻ അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ചിലപ്പോൾ നമ്മുടെ തിരക്കുകൾ കാര്യങ്ങളിലൊക്കെ പെട്ടിട്ട് അല്ലെങ്കിൽ ഇപ്പോഴും വേണ്ട നമുക്കൊന്ന് ചുറ്റിക്കറങ്ങാം അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ടൊക്കെ പോകാന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ എന്താണ് ഇപ്പൊ വേണ്ടാന്ന് വെക്കും. പിന്നെ നമ്മള് പടച്ചവനോട് ചോദിക്കുമ്പോ അപ്പൊ പിന്നെ നമ്മള് നമ്മുടെ സൗകര്യത്തിന് പടച്ചവനോട് ചോദിക്കുമ്പോ ചിലപ്പോ പടച്ചവൻ 2 കൈ നീട്ടി അത് തരണമെന്നില്ല, നമുക്കത് 2 കൈ നീട്ടി സ്വീകരിക്കാൻ പറ്റണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് നമ്മളേതായ രീതിക്ക് പിന്നെ അതിനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, നോക്കിയിട്ടുണ്ട്. പടച്ചവൻ അല്ലെങ്കിൽ ദൈവം എന്നൊക്കെ പറയുന്ന ആ ഒരു ശക്തി അല്ലെങ്കിൽ അള്ളാഹു ഒക്കെ നമുക്ക് അങ്ങനെ തന്നിട്ടുണ്ട്. നമ്മളൊന്നും പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ തന്നെ ഉണ്ടായി. അള്ളാഹു ഇങ്ങനെ നമുക്ക് അതിനുള്ള വഴികൾ ഒരുക്കി തന്നു, നമ്മളത് 2 കൈ നീട്ടി സ്വീകരിക്കുന്നു. അറിയില്ല കേട്ടോ. അപ്പൊ ആരോടും പറയാൻ ലേറ്റായാലും ഒന്നും ആരും ദൈവമൊന്നും തോന്നരുത്. ഈ ഒരു കാര്യം ഉള്ളത് കൊണ്ട് മാത്രമാണ്. അപ്പോൾ ഇതിപ്പോൾ പിന്നെ വീട്ടിലൊക്കെ അറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ നമ്മുടെ റിലേഷനിലും ക്ലോസ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരത്തൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഇവിടെയാണ്. ഇപ്പം നമ്മളെ വീടിൻ്റെ കുടിയിരിക്കൽ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളിപ്പോൾ കുറച്ച് ദിവസം ഇവിടെയാണ്. അപ്പോൾ നിങ്ങൾ എന്താണ് ഞാൻ മുന്നേ കൊല്ലത്ത് പോയ വീഡിയോയിൽ ഒരുപാട് ആൾക്കാർ പറഞ്ഞിരുന്നത് ചക്കരയ്ക്ക് പിന്നെ വിശേഷമുള്ളത് കൊണ്ടാണോ ചക്കരയെ കൊണ്ട് പോവാതിരുന്നത് എന്താണെന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പൊ അത് വെച്ച് കഴിഞ്ഞാല് ഒന്നാമത്തെ മെയിൻ കേസ് ഈ ഒരു വിശേഷമുള്ള റെസ്റ്റാണ്. ഈ ഒരു ടൈമിൽ എല്ലാവർക്കും അറിയാം ഈ ഒരു 2 മാസം 3 മാസം കാലാവധി എന്നൊക്കെ പറയുമ്പോൾ ഇത് നമ്മൾ നല്ലപോലെ റെസ്റ്റ് എടുക്കേണ്ട ഒരു ടൈമാണ്. അപ്പൊ ഈ ഒരു ടൈമിൽ നല്ലപോലെ റെസ്റ്റ് എടുക്കുക, ഫുഡ് കഴിക്കുക, ഇതൊക്കെ തന്നെയാണ് ഡോക്ടർ പറയുന്നതായാലും അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടുള്ള കാര്യങ്ങളായാലും. അപ്പോൾ പ്രത്യേകിച്ച് ആരും പറയണമെന്നില്ല ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ വെച്ചാൽ ഉമ്മ അവിടെ ഒറ്റയ്ക്കല്ലോ. അപ്പൊ ഉമ്മക്ക് ഒരു കൂട്ടായിക്കോട്ടെ എന്നുള്ള കോലത്തിലാണ് അവിടെ എങ്ങനെ നിർത്തിയത്. എന്താ കൂട്ടൊക്കെ തന്നെയാണ്, വെറുതെ ഇരിക്കാന്നുള്ളൂ. അപ്പൊ എനിക്കറിയായിരിക്കും ചെറിയൊരു വെയിറ്റ് എടുക്കാനോ അല്ലെങ്കിൽ സ്റ്റെപ്പ് കയറാനോ ഒന്നും പറ്റത്തില്ല. ഡോക്ടർ പറഞ്ഞത് അതേപോലെ തന്നെ ഞാനോടെ ചേർന്ന് കർണാടകയിൽ പോയപ്പോ ചക്കനെ എന്ത് കൊണ്ടുപോയില്ല എന്ന് വെച്ചാൽ അത് തന്നെയാണ്, യാത്ര ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഇന്നലെ നമ്മളിട്ടൊരു വീഡിയോ ഇല്ലേ, ഞാൻ ആ വീഡിയോ ഇടുമ്പോ തന്നെ ആ വീഡിയോ എഡിറ്റ് ചെയ്ത് ഇടുമ്പോ തന്നെ ചക്കനോട് പറഞ്ഞത് നമ്മൾ പുതിയ വീട്ടിൽ കയറുമ്പോ ഉമ്മ സ്റ്റെപ്പിൽ കൂടി കയറുന്നുണ്ട്, അതേസമയം ചക്കര നമ്മളാ വണ്ടി കയറുന്ന ആ സ്റ്റോപ്പിൽ കൂടെ ഉണ്ടോ കയറുന്നത്. അപ്പൊ ഞാൻ വീഡിയോ ഇടുമ്പോ ചക്കനോട് പറഞ്ഞത് ചക്കര എന്നാ ശ്രദ്ധിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടാവുന്നു. കാരണം പക്ഷെ സംഭവം ഞാനില്ലേ അങ്ങനെ കയറിയതല്ല, ഞാൻ അവിടെ ഗേറ്റ് പണിയുന്നുണ്ട്. അപ്പൊ അതിന്റെ മുകളിലത്തെ ഗേറ്റിന്റെ വേണ്ടി കയറിയതാണ്. അപ്പൊ നമ്മുടെ വീഡിയോ കാണുന്നതിൽ പല കാര്യങ്ങളും ഒബ്സർവ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നിരീക്ഷിക്കുന്നുണ്ട്. അപ്പൊ 1 ലക്ഷം 1.5 ലക്ഷം പേര് കാണുന്നതിൽ ആരെങ്കിലും ഒരാളെ 2 പേരൊക്കെ എന്തായാലും ശ്രദ്ധിക്കും. അങ്ങനെ ശ്രദ്ധിച്ചിട്ട് അതിന്റെ കമന്റുകൾ ഇങ്ങനെ കണ്ടിരുന്നു. അപ്പൊ ഏതായാലും എന്താ പെരയത്തെ
മോൾ ഭാഗം ഞാൻ 2-3 എത്ര മാസത്തോളം ഞാൻ കണ്ടിട്ടില്ല. പ്രഗ്നന്റ് ആയതിനു ശേഷം ശേഷം ഞാൻ കണ്ടിട്ടില്ല. അതിനിടയ്ക്ക് നമ്മളാ വീഡിയോ ഇട്ടിരുന്ന ആൾക്കാർ കമന്റ് ചെയ്തു ചക്കര മുകളിൽ കയറിയിട്ടില്ലെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഇതൊക്കത്തിന്റെ ഒരു ഫൈനൽ ഒരു ഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ ഒരു എന്താണ് ഒരു ഫിനിഷിംഗ് പോയിന്റ് ഫുൾ സ്റ്റോപ്പ് എന്ന് പറയുന്നത് തന്നെയാണ്. കമന്റ് ഇടുന്നവര്, അതായത് എന്താ ഉണ്ട് ചക്കര പ്രഗ്നന്റ് ആണെന്ന് പറയുന്നവരോട് നമ്മൾ ഇല്ലാന്നും പറഞ്ഞിട്ടില്ല ഉണ്ടെന്നും പറഞ്ഞിട്ടില്ല. കാരണം നമുക്ക് രണ്ടും ചെയ്യാൻ പറ്റത്തില്ല. ഇല്ല നമ്മൾ എങ്ങനെ പറയും, കാരണം ഓൾറെഡി ആണ്. ഇനി ഉണ്ട് നമ്മൾ എങ്ങനെ പറയും, ഡോക്ടറായിട്ട് നമുക്കത് പ്രൂവ് ചെയ്ത് തന്നിട്ടില്ല. അപ്പൊ ആ ഒരു കാര്യം കൊണ്ട് നമ്മൾ സ്വന്തം ഇഷ്ടത്തിന് എടുത്തു ചാടാതെ ഡോക്ടറോട് തീരുമാനം അറിയിച്ചിട്ട് പറയാൻ വേണ്ടി നിന്നതാണ്. അപ്പോൾ അത് ഞാൻ നിങ്ങളോട് അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനെ ചൊല്ലിയുള്ള ബാക്കിയുള്ള കമന്റുകളുടെ കാര്യങ്ങളൊക്കെ എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതിന് താഴെ കമന്റ് ആയിട്ട് ചെയ്യാൻ കേട്ടോ. അപ്പോ ഇത്രേ ഉള്ളൂ. അൽഹംദുലില്ലാ, കുഴപ്പങ്ങളൊന്നുമില്ല. ഇതുവരേക്കും പുറത്ത് ഇടുന്നത് അപ്പൊ ഇതിന്റെ ഇങ്ങനെ എന്താ പറയാ എന്തായാലും പറയാം, ഇങ്ങനെ ത്വരാന്നൊക്കെ പറയില്ലേ, അങ്ങനെ അപ്പൊ നിങ്ങളിങ്ങനെ ചോദിക്കുന്നുണ്ട്, ഒരേ ആൾക്കാർ ഇങ്ങനെ ചോദിക്കുന്നത്. അപ്പൊ നിങ്ങളെ വല്ലാതെ നമ്മള് പറയാതെ ബുദ്ധിമുട്ടിക്കണമല്ല. അപ്പൊ ആൾക്കാർ ചോദിക്കും എന്താ പിന്നെ നിങ്ങളിപ്പോ വിശേഷമുള്ളത് അറിഞ്ഞിട്ട് നമ്മുടെ വീട്ടിൽ അരി വരുള്ളൂ എന്നൊക്കെ. ഇനിയിപ്പോ അതൊക്കെ വരും, അങ്ങനത്തെ കമന്റുകളൊക്കെ വരും. അങ്ങനെയല്ല ഞങ്ങൾ ഉദ്ദേശിച്ച്, ഇത് അറിയാന് നമ്മളോട് താല്പര്യപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ നമ്മളെ പുറത്തുനിന്ന് കാണുമ്പോഴേലും അറിയാവുന്ന സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ചോദിക്കുന്നവരുണ്ട്, ചക്കരയ്ക്ക് വിശേഷം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവരോട് നമ്മൾ ഉണ്ട് എന്ന് തന്നെ പറയും. ഇപ്പൊ ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് കുറച്ച് ആൾക്കാര് 4-5 ആൾക്കാരെ നമ്മള് കണ്ടു, അന്നൊക്കെ നമ്മളിപ്പോ കണ്ടു. അപ്പൊ അവരിങ്ങനെ ചോദിക്കും ചക്കരയ്ക്ക് നമ്മള് അവരോട് തുറന്നു പറയട്ടെ, നമ്മൾ അവരോട് മറക്കാൻ പറ്റില്ല. പക്ഷെ അങ്ങനെയല്ല, നമ്മളെ ഒക്കെപ്പാട് നമ്മൾ ഇത്രയും ആൾക്കാർ കാണുന്ന ഒരു പ്ലാറ്റ്ഫോമിലൊന്നും പറയും. അപ്പൊ അതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് നിങ്ങളെ വല്ലാതെ ഈ ഒരു ചോദ്യം ചോദിക്കാനുള്ള ഒരു ഇട ഞാൻ വരുത്തില്ല എന്ന് വിചാരിച്ചിട്ട് ഒക്കെപ്പാട് ചേർന്നൊരു ഒരു സമയം വന്നപ്പോൾ നിങ്ങളോട് അറിയിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഏതായാലും ഒന്നാമത് നമ്മളെ ഇപ്പോൾ ഇനിയിപ്പോൾ അങ്ങോട്ട് വരാൻ പോണത് കുറച്ച് നല്ല വിശേഷങ്ങളാണ്. ഒന്നാമത്തെ കാര്യം നമ്മളെ കുടിയിരിക്കൽ ഡേറ്റ് അടുത്ത് അതായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നത്തെ കാര്യം എന്തേ, ഇത് നമ്മുടെ ലൈഫിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും സന്തോഷം തരുന്ന അടുത്തൊരു ഘട്ടത്തിലേക്ക് പോകാൻ പോവാണ് ഗൈസ്. അപ്പൊ ഏതായാലും എന്താ പറയണെന്ന് അറിയില്ല, അല്ലാതെ അറിയുന്നില്ല. കൂടി കുടുംബം അല്ലെങ്കിൽ ഉപ്പ എന്നുള്ളൊരു ഇതാവണം. അപ്പോൾ ആർക്കായാലും ആഗ്രഹവും കൊതിയൊക്കെ ഉണ്ടാവും ഉപ്പ അമ്മ എന്നൊക്കെ വിളിക്കാനും അല്ലെങ്കിൽ കൂടെ ഇരിക്കാനും കളിക്കാനും. ഇപ്പൊ എനിക്കിപ്പോ ആലമോളൊക്കെ എടുത്ത് നടക്കുന്നുണ്ടല്ലോ. ഇപ്പം നമുക്കിപ്പോ ഒന്നല്ലാതെ മനസ്സിൽ നമ്മൾ ചിന്തിക്കും എനിക്കിപ്പോ ഇതേപോലെ ഒരു കുട്ടിയാകട്ടെ ഇൻഷാ അല്ലാഹ് എന്നൊക്കെ നമുക്ക് ഒരു മനസ്സിലൊരു തോന്നല്, ആ ഒരു കളിയും ചിരിയൊക്കെ ഇങ്ങനെ നമുക്ക് ഓർമ്മ വരും. അപ്പോൾ എന്താണെന്ന് അറിയില്ല, അതൊക്കെ നല്ല സന്തോഷത്തിലാണ്. അപ്പോൾ ഇങ്ങനെ ഇത് അങ്ങനെ തന്നെ സന്തോഷത്തോടെ തന്നെ മുന്നോട്ട് പോട്ടെ. പിന്നെ ഒരു കുഴപ്പവും ഇല്ലാതിരിക്കട്ടെ. എല്ലാവരും ദുആ ചെയ്യുക, ദുആയിലൊക്കെ ഉൾപ്പെടുത്തുക. കാരണം ഒന്നും വരാതിരിക്കട്ടെ, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ദുആ ചെയ്യുന്നുണ്ട്, നിങ്ങൾ ദുആയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങളും അങ്ങനെ തന്നെ നമുക്ക് ദുആ ചെയ്യാം. ഓക്കെ. അപ്പോൾ ഏതായാലും ഈ ഒരു വിശേഷം നിങ്ങളിലേക്ക് പറയാൻ വേണ്ടി വന്നതാണ്, നിങ്ങളിലേക്ക് അറിയിക്കാൻ വേണ്ടി വന്നതാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പ്രഗ്നൻസിയുടെ ആ ഒരു കാർഡിന്റെ ഫോട്ടോ മൊബൈലിലുണ്ട്. അപ്പോൾ അതുകൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അല്ലേ, ആ ഒരു കാർഡ്. അപ്പോൾ അത് രസമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നിട്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ കേട്ടോ. അതുകൂടെ പറഞ്ഞ ആ കാർഡിലൂടെ കാണിച്ചു തന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അല്ലാതെ പിന്നെ നമ്മൾ ലൈവായിട്ടൊന്നും അതൊന്നും കാണിക്കുന്നൊന്നുമില്ല. അപ്പം എന്താണ്, ആ ഒരു കാർഡ് നമ്മൾ ഫസ്റ്റ് അത് ടെസ്റ്റ് ചെയ്തു അല്ലേ. നമ്മൾ ആ ഒരു പ്രഗ്നൻസി കാർഡ് ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ ആദ്യം എന്ത് ചെയ്യുന്നു വന്നത്, ആദ്യത്തെ വിത്തായിരുന്നു. ഞാനത് കളയാൻ വേണ്ടിട്ട് എനിക്ക് വെറുതെ ജസ്റ്റ് ഒരു ഡൗട്ട് എന്ന് തോന്നി എന്നുള്ള പോലെ അല്ല, കുറച്ച് എന്തൊക്കെയോ വ്യത്യാസങ്ങള് ശരീരത്തിനും അതൊക്കെ അപ്പൊ ഞാന് എന്താ ബാബിഡേല് ഉണ്ടായിരുന്നു ഒരു ടെസ്റ്റ് ഉള്ളതാണ്. അതായത് എത്രയോ മുന്നത്തെയാണ്, കല്ലടയൊക്കെ മുന്നുള്ള തോന്നുന്നുണ്ട്. അപ്പൊ അതവിടെ ഇരിക്കുന്നുണ്ടപ്പോ ബാബി പറഞ്ഞു ഈ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു. അങ്ങനെ ബാബിയുടെ മേടിച്ചിട്ട് ടെസ്റ്റ് ചെയ്തു. കറക്റ്റ് നമ്മൾ 5 മിനിറ്റത്തെ റീഡാണ് പറയാറ്. 5 മിനിറ്റ് ആയപ്പോ അതുവരെ ഒരു വരി വന്നില്ല. 5 മിനിറ്റ് എന്നുള്ള ഇതുവരെ ഒരു വരിയും വന്നില്ല, ഒന്നുമില്ല. അപ്പൊ ഞാൻ ചെയ്തിട്ടൊന്നും ഇല്ലാന്ന് വിചാരിച്ച് കളയാൻ വേണ്ടിട്ട് പുറത്തേക്ക് ഇങ്ങനെ എറിയാൻ നിന്നപ്പോ ഒരു കുഞ്ഞ് നിഴലി പറഞ്ഞ മറ്റേ വരയുടെ നിഴലാന്ന് തോന്നും കണ്ടു. അങ്ങനെ അപ്പൊ തന്നെ ഞാൻ ബാബിനെ വിളിച്ചിട്ടു. എന്നിട്ട് ഞാൻ ബാബിക്ക് ഞാൻ നിന്റെ കണ്ണിന്റെ പ്രശ്നം അറിയാമല്ലോ. അപ്പൊ ഞാൻ സമയത്ത് ഞാൻ ഉറങ്ങാണ്. ചക്കര രാവിലെ എഴുന്നേറ്റിട്ടാണ് ചെക്ക് ചെയ്യുന്നത്. സാറിന് അങ്ങനെയാണല്ലോ, രാവിലെ എഴുന്നേറ്റ് ആ ഒരു യൂറിനാണല്ലോ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഉറങ്ങാണ്.
6 മണി 6:30 ആയിക്കൊണ്ടിരുന്നത്. ഉമ്മ ഉണ്ടായിരുന്നില്ല, ഉമ്മയുടെ വീട്ടിൽ വന്നിട്ട്. അപ്പൊ അതില് എന്താ ഞാൻ ഭാബിയെ വിളിച്ചു. അതില് ഭാബി എവിടുന്ന ഓടി വന്നു കേട്ടോ. എന്നിട്ട് ഞാൻ പറഞ്ഞു നോക്കിയൊക്കെ അതിൽ വര കാണുന്നുണ്ട്, കണ്ണിന്റെ പ്രശ്നം നോക്കിയൊക്കെ കാണുന്നു. അല്ലാണ്ട് ഇല്ലടി അതിൽ ചെറിയൊരു വര ഉണ്ടടി അറിഞ്ഞേ. അവ എന്നിട്ട് അപ്പോഴും എനിക്ക് ഡൗട്ടായി, ഇനിയിപ്പോ എത്രയോ മാസങ്ങൾ ഇരുന്ന ടെസ്റ്റ് അല്ലേ നമ്മൾ ഉപയോഗിച്ചിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പൊ ഇനി അതിന്റെ വല്ല കുഴപ്പമുള്ളതുകൊണ്ടാണോ എന്നൊക്കെ വിചാരിച്ചു. എന്നാലും ഞാൻ പിന്നെ പോയി കാക്കുവിനെ അന്നത്തെ ദിവസം ഞാൻ എഴുന്നേക്കുന്നത്, അന്നത്തെ എന്റെ ദിവസത്തെ ഒരു രാവിലെ എന്ന് പറയുന്നത് കുറച്ച് സന്തോഷമുള്ള രാവിലെ ആയിരുന്നു. കാരണം ആദ്യമായിട്ട് ഇത് കാണുകയല്ലേ. അപ്പോൾ എന്ത് ചെയ്തു, ഇത് കണ്ടു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒന്നും കൂടി ഞാൻ അന്നത്തെ ദിവസം ഉച്ചയ്ക്ക് പോയി വാങ്ങി. ഇതൊന്നും ഇപ്പൊ ചക്കര പറഞ്ഞത് കുറച്ച് പഴയ ടെസ്റ്റിന്റെ കിറ്റാണ്, പ്രഗ്നൻസി കിറ്റാണ്. അപ്പോൾ നമുക്ക് ഒന്നും കൂടി നമുക്ക് പ്രൂവ് ചെയ്യാൻ വേണ്ടി ചെക്ക് ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, അന്ന് ഉച്ചയ്ക്ക് തന്നെ ഞാൻ ടൗണിൽ പോയപ്പോൾ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഒരു ടെസ്റ്റ് കൂടി ഞാൻ വാങ്ങി. എന്നിട്ട് എന്ത് ചെയ്തു, അതുകൊണ്ട് വന്നിട്ട് പിറ്റേന്നും രാവിലെ ചെക്ക് ചെയ്തു. അപ്പൊ അന്നത്തെ രാവിലെ ഞാൻ ഓൾറെഡി നമ്മൾ അറിഞ്ഞല്ലോ ഇപ്പൊ ഇങ്ങനെ ഒന്നുണ്ട്, ഡൗട്ട് ഉണ്ട്. അപ്പൊ പിറ്റേ ദിവസം ഞാൻ ആ സമയം എഴുന്നേറ്റു, ഇവിടെ പോയി ചെക്ക് ചെയ്തു, പോയിട്ട് വന്നു. ആ ഒരു വരവ് എന്ന് പറയുന്നതും ഈ പറഞ്ഞ പോലെ തന്നെ കുറച്ച് സന്തോഷമുള്ള ഒരു വരവായിരുന്നു. അപ്പൊ അത് കൊണ്ടൊന്നും ഇങ്ങനെ കാണിച്ചു, അതായത് അതില് ചെറിയ വര ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അത് കുറച്ചുകൂടി കഴിഞ്ഞപ്പോ തന്നെ നല്ല ക്ലിയർ വരയായി. വൈകുന്നേരമൊക്കെ ആയപ്പോ പിന്നെ ഞാൻ അതുവരെ നോക്കിയില്ല. ഞാൻ രാവിലെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഉച്ചക്ക് ഒന്നും നോക്കിയില്ല. വൈകുന്നേരമായിട്ട് ഞാൻ എന്ത് ചെയ്തെന്ന് അറിയോ, എന്താ അവിടുത്തെ പെട്ടി ഇതൊക്കെ ഒന്ന് നേരാക്കി വെക്കുമ്പോഴാണ് പിന്നെ അത് രാവിലെ ടെസ്റ്റ് ചെയ്തതിന്റെ ഓർമ്മയായിരുന്നു. അപ്പൊ അതങ്ങനെ നോക്കുമ്പോ അതിൽ ഒന്നും കൂടി ഡാർക്കായിട്ട് കളർ വന്നു. അപ്പൊ തന്നെ ഞാൻ കാക്ക അവിടെ ഇരുന്നത് ഇവിടെ ഇരിക്കുന്നു. ടൗണിലായിരുന്നു. അപ്പൊ എനിക്ക് എന്നെ ഫോട്ടോ എടുത്ത് അയച്ചൊന്നും എനിക്ക് വീഡിയോ കോൾ വിളിച്ച് കാണിച്ചിരുന്നു. അപ്പൊ ഇങ്ങനെയാട്ടോ നല്ല വര വന്നിട്ടുണ്ട്, ഓൾമോസ്റ്റ് ആണ് എന്നുള്ളത്. അവിടെ നല്ല സന്തോഷമായി. എന്നിട്ട് എന്ത് ചെയ്തു, നേരെ വീട്ടിൽ വന്നു. പിന്നെ അത് കുറേ നേരം അതെടുത്ത് ഇങ്ങനെ കയ്യിൽ നോക്കിക്കൊണ്ടിരുന്നു. അപ്പൊ അതിന്റെ ഒരു ഫോട്ടോ കയ്യിലുണ്ട്, അതാണ് ഞാൻ കാണിച്ചു തരാൻ നോക്കി. ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് എന്ത് ചെയ്തു, അന്ന് തന്നെ നമ്മൾ ഡോക്ടറിനെ വിളിച്ച് കാര്യം പറഞ്ഞപ്പോൾ ഡോക്ടറും പറഞ്ഞു ഇതേമാതിരി ഓക്കെയാണ്, എന്തായാലും നിങ്ങൾ പോയിട്ടൊന്ന് ബ്ലഡ് ചെക്ക് ചെയ്യ് പറഞ്ഞു. പിറ്റേ ദിവസം തന്നെ നമ്മൾ പോയി ബ്ലഡ് ചെക്ക് ചെയ്തു, കാര്യങ്ങളൊക്കെ ചെയ്തു അല്ലേ. പിന്നെ ഡോക്ടറെ അതിനുശേഷം പിന്നെ പോയിട്ട് ഫസ്റ്റ് സ്കാനിങ് എടുത്തു. സ്കാനിങ് എടുത്തതിൽ ഉണ്ട് എന്ന് പറഞ്ഞില്ലേ, മിടിപ്പെത്തിയിട്ടുണ്ടായിരുന്നില്ല എന്നാ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് വീണ്ടും 2 ആഴ്ച സ്കാൻ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ആ ഒരു ടെൻഷന് ഉണ്ടായിരുന്നു, പറയണ്ടെന്ന് പറഞ്ഞത്. അപ്പൊ 2 ആഴ്ച കഴിഞ്ഞെടുത്തപ്പോ പിന്നെ കുഴപ്പമൊന്നുമില്ല, കണ്ടിന്യൂസ് എത്തിയത്. കാരണം എന്താ വെച്ചാ നമ്മുടെ ഡേറ്റിന് മുന്നേ ടെസ്റ്റ് ചെയ്തത്. ഫസ്റ്റ് ഡേറ്റിന്റെ മുന്നേ ടെസ്റ്റ് ചെയ്തത്. അത് വെറുതെ അങ്ങനെ എനിക്ക് ഒട്ടും ശരീരം കൊണ്ട് ഒട്ടും ഇതാവാത്തോണ്ട് വെറുതെ ടെസ്റ്റ് ചെയ്താണ്. അപ്പൊ അതിലാണ് കണ്ടു. പിന്നെ ഡോക്ടറോട് കാര്യം പറഞ്ഞ് ഡോക്ടർ 10 ദിവസം കഴിഞ്ഞിട്ടൊക്കെയാണ് നമ്മളോട് പിന്നെ സ്കാനിങ്ങും പിന്നെ ഒരു ടെസ്റ്റും കൂടി ചെയ്യാൻ സ്കാനിങ് ചെയ്തപ്പോ അതില് മിടിപ്പില്ല, പക്ഷെ ഉണ്ട്, കുട്ടിയുണ്ട്, പക്ഷെ എന്താ മിടിപ്പ് എത്തിയിട്ടില്ലായിരുന്നു. അപ്പൊ തന്നെ ആ സ്കാനിങ് അവിടെ ചെയ്യുന്ന ഡോക്ടറും പറഞ്ഞു പേടിക്കൊന്നും വേണ്ട, ഇത് ഇങ്ങനെ തന്നെയാണ്, അതിനുള്ള വീക്ക് ആയിട്ടുള്ളൂ, ടൈമായി വരുന്നേള്ളൂന്ന് പറഞ്ഞു. അപ്പൊ ഞാന് ഓക്കെ. കാരണം അന്ന് എനിക്ക് എത്രയായിരുന്നു, ലെസ് 5 വീക്കിന്റെ താഴത്തെ ഉണ്ടായിരുന്നു. അതായത് 5 വീക്കിന് താഴെയുള്ള ഇതായിരുന്നു. അപ്പൊ മിടിപ്പ് ആ സമയത്തൊന്നും എത്തില്ല. 6 ആയതിനു ശേഷം ആണ് മിടിപ്പ് എത്താന്ന് പറയുന്നത്. അങ്ങനെ ആകുമ്പോഴാണ് മിടിപ്പിന്റെ ഇതൊക്കെ എത്തുള്ളൂ എന്ന് അറിയുന്നു. അങ്ങനെ അതും കഴിഞ്ഞ് അപ്പൊ ഡോക്ടർ വിളിച്ചു പറഞ്ഞപ്പോ ഡോക്ടർ പറഞ്ഞു ഇതുണ്ട്, പേടിക്കാനൊന്നുമില്ല, പക്ഷെ 2 ആഴ്ച കഴിഞ്ഞ് നമുക്ക് ഒന്നും കൂടി സ്കാനിങ് ചെയ്യണം, ഈ സ്കാനിങ് തന്നെ ചെയ്താൽ മതി, മിടിപ്പുണ്ടോന്ന് ഉറപ്പുവരുത്താനാണ് എന്ന് പറഞ്ഞു. അങ്ങനെ അതില് ചെക്ക് ചെയ്തപ്പോ അൽഹംദുലില്ലാ മിടിപ്പുണ്ടായിരുന്നില്ല. എനിക്ക് ടെൻഷൻ വന്ന അങ്ങോട്ട് ടെൻഷൻ ആയിരുന്നു. അപ്പൊ ആ ഒരു റിസൾട്ട്, സ്കാനിങ് റിസൾട്ട് വന്നപ്പോ മിടിപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അതിൽ ഹാപ്പിയായി, കുഴപ്പമൊന്നുമില്ല. ഇനി എന്തോരോടത്ത് നമ്മൾ എന്ത് തരണം ചെയ്തിട്ടുണ്ട് മുന്നോട്ട് നമുക്കത് സേവ് ചെയ്ത് കൊണ്ടുപോയിട്ട് ഒരു കുഞ്ഞിക്കാലം എന്നുള്ളൊരു സ്വപ്നത്തിലേക്ക് ഇൻഷാ അല്ലാഹ് വരട്ടെ എന്ന് തന്നെ അതുകൂടി നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഏതായാലും പടച്ചവനും കൂടെ കട്ടെ. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ എല്ലാവരും ദുആയിലൊക്കെ ഉൾപ്പെടുത്തുക. അപ്പൊ എല്ലാവർക്കും ഉള്ളൊരു ആഗ്രഹം പോലെ തന്നെയാണ് ആഗ്രഹം. പിന്നെ എനിക്ക് ഇതിനകത്ത് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഈ വീഡിയോ കാണുന്ന ഒരുപാട് ആൾക്കാർ മക്കളില്ലാത്തവരുണ്ടാവും, അല്ലെങ്കിൽ മക്കളില്ലാതെ ബുദ്ധിമുട്ടുന്ന ആൾക്കാർ, അല്ലെങ്കിൽ മക്കളാവാൻ വേണ്ടി ട്രൈ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, പ്രഗ്നൻസി സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇൻഷാ അല്ലാഹ് അവർക്കൊക്കെ ഒരു കുഞ്ഞിക്കാല് പടച്ചോനെ കാണാൻ, അതായത് കുഞ്ഞിക്കാല് കാണാനും കിട്ടാനും
കൊഞ്ചിക്കാനും ലാളിക്കാനൊക്കെ ഉള്ളൊരു സന്താന ഭാഗ്യമായിട്ട് സന്താന യോഗം ഉണ്ടാവട്ടെ എന്ന് നമ്മളാൽ പ്രാർത്ഥിക്കുകയാണ്, ദുആ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്കൊന്ന് നേരെയാണ് അല്ലെങ്കിൽ ആശംസിക്കുകയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഉണ്ടാവട്ടെ, ഒക്കെ അതിൻ്റെതായ വഴിക്ക് ഒക്കെ നടക്കും. അപ്പോൾ ആരും വിഷമിക്കും ടെൻഷനാവൊന്നും വേണ്ട, എല്ലാം അതിൻ്റെതായ വഴിക്ക് നടക്കും. അതെ, അപ്പോൾ ആ ഒരു സമയമാകുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ ആരും ടെൻഷനാവോ വിഷമിക്കൊന്നും വേണ്ട. അപ്പോൾ നല്ലപോലെ അതിൻ്റെ രീതിക്ക് ഭക്ഷണ കാര്യങ്ങളായാലും റെസ്റ്റ് ആയാലും അത് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക, അത്ര തന്നെ പറയാനുള്ളൂ. അപ്പോൾ ഏതായാലും നമുക്ക് നമ്മുടെ ആ ഒരു പ്രഗ്നൻസി കാർഡ് കൂടി കാണിച്ചിട്ട് ഈ വീഡിയോയുടെ വൈൻഡ് അപ്പ് ആണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി കുടിയിരിക്കല് വിശേഷം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അല്ല, കൊറേ ആൾക്കാര് എനിക്ക് അവിടുന്ന് സാധനങ്ങൾ കൊടുത്തിടുമ്പോ അതുണ്ട്. ഞാനിപ്പോ നാട്ടിൽ നിന്നപ്പോ ഉമ്മ കൊണ്ട് തന്നത് എനിക്ക് തന്ന മുട്ട കൂടി ഉണ്ട് കേട്ടോ. അപ്പൊ അതില് നമ്മള് വേറെ ഒന്നും പറയുന്നത് ചക്കരക്ക് കൊണ്ട് പോണെന്നാണ് പറയുന്നത്. അത് 20 കിലോ സാധനം കൊണ്ടുവന്നതിൽ ഒരു 18 കിലോന് ചക്കരക്കുള്ള 20 ചക്കരക്ക് തന്നെ. അതിന് ഞാൻ ചില സാധനങ്ങൾ ഞാൻ പറഞ്ഞ സാധനം തന്നെ കേട്ടോ. അതായത് അച്ഛന്മാരോട് പറഞ്ഞ മാങ്ങച്ചാറ് വേണം പറഞ്ഞു. ചക്കരക്ക് നമ്മുടെ നാട്ടിലെ മാങ്ങച്ചാറ് ഭയങ്കര ഇഷ്ടമാണ്. നെല്ലിക്ക ഉപ്പിലിട്ടത്, അതായത് ഒരു 2 മാസം മുന്നേ ഇട്ട് വെച്ച് ഉപ്പ് പിടിച്ച നെല്ലിക്ക, പിന്നെ പുതിയത് ഇപ്പൊ ഞാൻ വരണേന്റെ 3 ദിവസം മുന്നേ ഇട്ട് വെച്ച പുതിയ നെല്ലിക്ക, പൊടിച്ചമ്മന്തി, പിന്നെ നാരങ്ങ, ഉണ്ണിയപ്പം. അങ്ങനെ ഉമ്മ ഒരു മരുമോളെന്നതിലുപരി ഒരു മകള് അല്ലെങ്കിൽ ഒരു ഗർഭിണിയായ മകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കരുതലിന്റെ സ്നേഹം പോലെ കുറച്ച് ഞാൻ കൊണ്ട് തന്നു. അതേപോലെ തന്നെ ഗർഭിണിയായ ഒരു ഭാര്യയോടുള്ള ഒരു കരുതലിന്റെ സ്നേഹം പോലെ ഞാനും അതിന്റെ 2 തോളിലും പിന്നെ ചുമന്നേറ്റിക്കേണ്ടിയുടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കൊണ്ട് നമ്മളെ ആൾക്കാർക്കൊക്കെ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് കാര്യങ്ങൾ. അപ്പൊ അതുകൊണ്ട് നിങ്ങളിലേക്ക് തന്നെ ഇന്ന് തന്നെ നമ്മളൊന്ന് പറയാന്ന് വിചാരിച്ച് നമ്മളങ്ങനെ അത് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഏതായാലും കാര്യങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വന്ന കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ ഏതായാലും നമുക്ക് ആ ഒരു പ്രഗ്നൻസി കാർഡ് കൂടി കാണിച്ചിട്ട് കേസ് ഇവിടെ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി 2-3 ദിവസത്തിനുള്ളിൽ അടുത്ത ബ്ലഡ് ചെക്കിങ്, ബ്ലഡ് പിന്നെ ഇത് ഷുഗർ തൈറോയ്ഡ് കാര്യങ്ങൾ ചെക്കിങ്ങിൻ്റെ ഇത് ഡോക്ടർ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് പറയുമ്പോൾ അതും ഒന്ന് പോയി എടുത്ത് കൊടുക്കണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അങ്ങോട്ട് അതിനൊക്കെ ഒന്ന് പോകണമുണ്ട്. അപ്പോൾ ഒക്കത്ത് നമ്മൾ ഈ ഒരു തിരക്കിൻ്റെ ഇടയിലാണ് വരുന്നത്. കുടിയിരിക്കൽ കാര്യങ്ങളിലൊക്കെ ഒരു തിരക്ക്, വീട് പണീൻ്റെ ഒക്കെ തിരക്കിലാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഇടയ്ക്ക് അതൊക്കെ നടക്കണം, നടത്തിക്കൊണ്ട് പോകണമൊക്കെ ഭംഗിയായിട്ട് പോട്ടെ എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അതായത് നമുക്ക് ആ ഒരു പ്രഗ്നൻസി നമ്മുടെ ഫസ്റ്റ് ടൈം നമ്മൾ കണ്ട ഒരു പ്രഗ്നൻസി കാർഡ് കൂടി നമ്മൾ ജസ്റ്റ് ഫോണിൽ കാണിച്ചു തരാം കേട്ടോ. അല്ലാതെ അല്ല, നമ്മളത് ഫോണിൽ തന്നെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. എന്നിട്ട് നമുക്ക് ഈ വീഡിയോയുടെ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ചക്കരെ ആ ഒരു നമ്മുടെ ഫസ്റ്റ് ടൈം കാണിച്ച ഒരു പ്രഗ്നൻസി കാർഡ് കാണിച്ചു കൊടുക്കുക. അതായത് നമ്മുടെ ചെറിയ വര ഉണ്ടായിരുന്നു പറഞ്ഞില്ലേ, അത് ഈ ഒരു സാധനമായിരുന്നു കേട്ടോ. ഈ ഒരു കാർഡിലായിരുന്നു. നോക്കി നോക്കാം, നിങ്ങൾ കറക്റ്റ് കാണാൻ പറ്റണമെന്ന് എനിക്ക് അറിയില്ല. അതാ കണ്ടില്ലേ, ഈ ഒരു കാണുന്ന ലൈൻ ഉണ്ടാവും. ഇതാണ് പിന്നെ നിഴല് പോലെ കണ്ടിരുന്ന് ഇറങ്ങി. ഇതായിരുന്നു അതായത് ആദ്യത്തെ ആ ഒരു പ്രഗ്നൻസി കിറ്റ് എന്ന് പറയുന്നത്. മറ്റേത് നോക്കട്ടെ, നമ്മൾ രണ്ടാമത് കണ്ടത്, അതല്ല രണ്ടാമതല്ല, ഏറ്റവും ലാസ്റ്റിലെത്തത്. അതായത് ഏറ്റവും ലാസ്റ്റത്തെ 10 ദിവസം കഴിഞ്ഞിട്ട് നമ്മള് ടെസ്റ്റ് ചെയ്തത്. ഡോക്ടർ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ടെസ്റ്റ് ചെയ്തില്ലേ 10 ദിവസം കഴിഞ്ഞ് നമ്മൾ ചെക്ക് ചെയ്തത്. 5 മിനിറ്റിന്റെ ആവശ്യമൊന്നുമില്ല, അപ്പോഴും തന്നെ ഓൺ ദ സ്പോട്ടിൽ തന്നെ വന്നു. അപ്പൊ അത് കാണിച്ചത്, അത് കണ്ടപ്പോഴാണ് നമ്മൾ കറക്റ്റ് പ്രൂവ് ചെയ്തത്. ഇതാ കണ്ടോ, ഈ കാണുന്നതാണത്. കറക്റ്റ് കാണുന്നില്ലല്ലോ, കണ്ടോ, നോക്കിയൊക്കെ കൃത്യമായിട്ട് ഇതിൽ കാണുന്നുണ്ട്. 2 വരയും കൃത്യമായിട്ട് ഇതിൽ കറക്റ്റ് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇത് കണ്ടപ്പോഴാണ് നമ്മളും പിന്നെ ഉറപ്പിച്ചത്. അപ്പൊ ഏതായാലും 5 മിനിറ്റ് ഒന്നും എടുത്തില്ല അല്ലേ? 5 മിനിറ്റ് പോയിട്ട് നമ്മളപ്പോ തന്നെ നമ്മുടെ യൂറിൻ അതില് തന്നെ തെളിഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അല്ലേ? അപ്പൊ നമ്മള് വിശേഷം നമ്മൾ പങ്കുവെച്ച് കഴിഞ്ഞ്, വിശേഷം എന്ന് പറഞ്ഞാൽ ബിഗ് വിശേഷം, ഒരു വലിയ വിശേഷം തന്നെയായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അതിന്റെ കാർഡും ഒക്കെ നമ്മൾ കാണിച്ചു. അപ്പോൾ ഏതായാലും ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ അതിൻ്റെ പേര് എന്നാല് ഇനി പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നമ്മൾ ഷെയർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തു. അപ്പോൾ കണ്ടിട്ട് നിങ്ങൾക്കുള്ള കാര്യങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യുക. ഇനിയിപ്പോൾ അതിൻ്റെ ഒരുപാട് സേഫ്റ്റി പ്രിക്കോഷൻസും മുൻകരുതലുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഇനിയിപ്പോൾ ഒരുപാട് ആൾക്കാർ നമ്മളെ വിളിച്ചിട്ടായാലും കമന്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുന്ന എനിക്കറിയാം. അപ്പോൾ അതൊക്കെ നിങ്ങൾ കമന്റ് ചെയ്തോളി. അപ്പോൾ ഒന്നല്ലെങ്കിൽ നമുക്കതൊക്കെ ഒരു ഉപകാരമാവും, അങ്ങനെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഏതായാലും ഇത്രേ ഉള്ളൂ ഗൈസ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ കുറച്ച് ലെങ്തിയാണ്. ഏതായാലും നിങ്ങളോട് ഞാൻ സോറി ചോദിക്കുന്നത്, കാരണം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നപ്പോൾ ലെങ്തി ആയതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഏതായാലും വീഡിയോയുടെ വൈൻഡ് അപ്പ് ചെയ്യാണ് ഗൈസ്. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയ ശിഷ്യത്തിൽ കാണുന്നവർ എല്ലാവർക്കും ബൈ. അസ്സലാമു അലൈക്കും.